എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന ഡിഗ്രി ലെവൽ ഒന്നാം ഘട്ട പ്രിലിംസ് പരീക്ഷയുടെ കട്ട് ഓഫുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു അപ്ഡേറ്റ് ആണ് തരാൻ പോകുന്നത്. അതായത് പരീക്ഷ എങ്ങനെയുണ്ടെന്നൊക്കെ ഇന്നത്തെ തൊഴിൽ വീതി വന്നൊരു അപ്ഡേഷനാണ് തരാൻ പോകുന്നത്. പരീക്ഷയെപ്പറ്റി പറയുവാണെങ്കിൽ നമുക്കറിയാം, ആ പരീക്ഷ പേപ്പർ നമ്മൾ നോക്കിയപ്പം മിക്ക ചോദ്യങ്ങളും കുറച്ച് അല്പം പാടായിട്ടുള്ളതായിരുന്നു. അതായത് നമുക്ക് കുറച്ച് ചിന്തിച്ച് ആലോചിച്ചൊക്കെ ചെയ്യേണ്ടതായിരുന്നു. അതായത് നമുക്ക് ഒന്നര മണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ കഴിയാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എക്കണോമിക്സ് ഒക്കെ നല്ല ടഫായിട്ടായിരുന്നു ചോദിച്ചത്. അതുപോലെ തന്നെ ചില ഓപ്ഷൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് കൺഫ്യൂഷനൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടിയ പരീക്ഷയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. അപ്പം പരീക്ഷയെപ്പറ്റി എന്താണ് തൊഴിൽ വീതിയുടെ അഭിപ്രായം എന്ന് നോക്കാം. വലച്ചും തുണച്ചും ഒന്നാം ഘട്ടം എന്നാണ് അവരുടെ തലക്കെട്ട് വരുന്നത്. LSGA സെക്രട്ടറി, പോലീസ് SI, കേരള ബാങ്ക് അസിസ്റ്റൻറ്റ് മാനേജർ ഉൾപ്പെടെ വിവിധ തസ്തികകളിലേക്ക് മെയ് 11 PSC നടത്തിയ ഡിഗ്രി ലെവൽ പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷയുടെ നിലവാരത്തിൻ്റെ കാര്യത്തിൽ സമ്മിശ്ര പ്രതികരണം. കാഴ്ചയിൽ എളുപ്പമെന്ന് തോന്നിച്ചെങ്കിലും പല ചോദ്യങ്ങളും അത്ര എളുപ്പമായിരുന്നില്ല എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പക്ഷം. 1.25 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല പരീക്ഷയെന്നും പരാതിയുണ്ട്. മലയാളം, കല, സാംസ്കാരികം, കായികം എന്നീ മേഖലകളിൽ നിന്നും ലളിതമായ ചോദ്യങ്ങൾ വന്ന പരീക്ഷയിൽ ചരിത്രം, ഗണിതം, ഇംഗ്ലീഷ് എന്നീ വിഭാഗം ഉദ്യോഗാർത്ഥികളെ കാര്യമായി പരീക്ഷിച്ചില്ല. എന്നാൽ എക്കണോമിക്സ് വിഭാഗത്തിലെ ചോദ്യങ്ങൾ കടുപ്പമേറിയതായി. കമ്പ്യൂട്ടർ, ഭരണഘടന എന്നീ വിഭാഗങ്ങളിൽ വന്ന ചില ചോദ്യങ്ങളും കാര്യമായി ബുദ്ധിമുട്ടിച്ചു. കൃത്യമായ ഉത്തരമില്ലാത്തതോ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതോ ആയ ചില ചോദ്യങ്ങൾ കടന്നു വന്നതും പരീക്ഷയിലേക്ക് കല്ലുകടിയായി. ഇംഗ്ലീഷിലും പൊതുവിജ്ഞാനത്തിലുമായിരുന്നു ചോദ്യത്തിൽ പിശക് സംഭവിച്ചത്. പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് മാർക്ക് 50 മുതൽ 58. അപ്പോൾ തൊഴിൽ വീതിയുടെ കട്ട് ഓഫ് പ്രഡിക്ഷൻ 50 മുതൽ 58 പക്ഷേ നമ്മൾ ചാനലൊരു പോൾ ഇട്ടിരുന്നു, കുറച്ച് പേരെ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. എന്നിരുന്നാൽ തന്നെയും അതിൽ ഭൂരിഭാഗം പേരും 40 താഴെയൊക്കെ റേഞ്ചാണ്. കൂടുതൽ പേരും 40 മുകളിലാണ് പറയുന്നത്. 40 ഒരു 50 ഒക്കെ ഇടയിലാണ് റേഞ്ച് പറയുന്നത്. അപ്പം ആ ഒരു റേഞ്ചിലായിരിക്കും ഏകദേശം എഴുതിയ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം കിട്ടാൻ ചാൻസ് കൂടുതലത്. അപ്പോൾ കട്ട് ഓഫ് റേഞ്ച്, ഇത് പ്രിലിംസ് പരീക്ഷ ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് റേഞ്ച് ഒരു 40 മേളിലുള്ളവർക്കും 40, 45, 50, 40, 50 ഇടയിലായിരിക്കും കട്ട് ഓഫ് വരാൻ ചാൻസ് കൂടുതൽ. അതിൽ കൂടുതലൊന്നും കൂടാൻ ചാൻസ് ഇല്ല. കാരണം ഇത് പ്രിലിംസ് പരീക്ഷയാണ്. പിന്നെ PSC ആണ് നടത്തുന്നത്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാലും നമ്മുടെ ഒരു പ്രഡിക്ഷൻ വെച്ച് പറയുകയാണ് 40, 50 ഇടയിലായിരിക്കും കട്ട് ഓഫ് വരാൻ ചാൻസ് കൂടുതൽ. ഇത് തന്നെ വല്ലത് പ്രിലിംസ് പരീക്ഷയുമാണ്. എക്സാം അതുപോലെ അത്യാവശ്യം നല്ല നിലവാരമുള്ള എക്സാമുമായിരുന്നു. അപ്പം 40, 50 ഇടയിൽ വരാനാണ് ചാൻസ് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇനി വരുന്ന സിവിൽ പോലീസ് ഓഫീസർ എക്സാംസ്, അതുപോലെ തന്നെ LDC എക്സാംസ്, ഇതിനു വേണ്ടി നിന്നുള്ള കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സസ്, അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങൾ, അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സസ് നമ്മൾ കംപ്ലീറ്റ് ക്ലാസ്സസ് എടുത്ത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. വളരെ ലളിതമായിട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കയറി കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ PSCയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്കും ക്ലാസ്സുകൾക്കും പോയി നമ്മുടെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോടെ അമർത്തി വെക്കുക. താങ്ക് യു ഓൾ.